ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. യൂട്യൂബ് നോക്കി 17കാരി വീട്ടിലെ മുറിക്കുള്ളിൽ പ്രസവിച്ചു. എങ്ങനെ ഒന്നുകൂടി പറഞ്ഞേ? യൂട്യൂബ് നോക്കി 17കാരി വീട്ടിലെ മുറിക്കുള്ളിൽ പ്രസവിച്ചു. യൂട്യൂബ് നോക്കിയോ? ഏയ്, അങ്ങനെ വരാൻ കഴിയില്ലല്ലോ. 17കാരി വീട്ടിലെ മുറിക്കുള്ളിൽ പ്രസവിച്ചു. പൊക്കിൾക്കൊടി മുറിച്ചത് യൂട്യൂബ് നോക്കി. ഈശ്വര, യൂട്യൂബ് നോക്കി ഫുഡ് ഉണ്ടാക്കുക, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുക, അങ്ങനെ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ യൂട്യൂബ് നോക്കി പ്രസവിക്കാന്ന് വെച്ചാൽ ഇതെല്ലാം ഇപ്പം കുട്ടിക്കളി പോലെയാണ്. നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലെയാണ് കാണുന്നത്, പക്ഷേ സീരിയസ് ആക്കി എടുക്കേണ്ട വലിയ വിഷയങ്ങൾ തന്നെയാണിത്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് നോക്കാൻ പോകുന്നത് യൂട്യൂബ് വഴി ഇതേപോലെ അല്ല, ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് നോക്കിയിട്ടും യൂട്യൂബ് വഴിയും അങ്ങനെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസിൽ നിർണായകമായ വഴിത്തിരിവ്. പരാതിക്കാരിയെയും സുഹൃത്തിനെയും പ്രതി ചേർക്കുന്നതിൽ ക്രൈംബ്രാഞ്ച് സംഘം നിയമോപദേശം തേടി. ഇതിലെങ്ങനെ യൂട്യൂബ് റിലേറ്റഡ് ആവുക? അതെന്തോ ആട്ടെ, സ്വാമീൻ്റെ ജനനേന്ദ്രിയം മുറിച്ചതോ എന്തോ ആവട്ടെ, യൂട്യൂബ് എങ്ങനെ ആവും ചേച്ചി പറയൂ. സുഹൃത്ത് അയ്യപ്പദാസുമൊത്തുള്ള ജീവിതത്തിന് തടസ്സമാകുമെന്ന് ഭയന്നാണ് ഇരുവരും ചേർന്ന് ആക്രമണത്തിന് പദ്ധതിയിട്ടത്. സംഭവത്തിന് തലേ ദിവസം കൊല്ലം ബീച്ചിലിരുന്ന് യൂട്യൂബ് ദൃശ്യങ്ങൾ കണ്ട് ലിംഗം മുറിക്കുന്നത് പഠിച്ചു. അത് യൂട്യൂബ് നോക്കിയാണോ? എൻ്റെ പൊന്നടാവേ, യൂട്യൂബ് നോക്കി എന്തായാലും പല യൂട്യൂബ് അല്ല, ഈ സിനിമകളൊക്കെ കണ്ടിട്ട് പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നതും കൊല്ലുന്നതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഒരുപാട് അങ്ങനെ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വെറൈറ്റി സംഭവങ്ങളാണ് ഗൈസ്. യൂട്യൂബ് നോക്കി യൂട്യൂബ് ദൃശ്യങ്ങൾ കണ്ട് ലിംഗം മുറിക്കുന്നത് പഠിച്ചു. യൂട്യൂബ് ഒരു സ്കൂളായി മാറുന്നുണ്ടോ? അതാവാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രസവിച്ച പിള്ളേരൊക്കെ ഇപ്പോൾ യൂട്യൂബിലോട്ടാണ് ചാടി വരുന്നത്. അപ്പോൾ സ്കൂളിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന പലരും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെയാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇപ്പം നമ്മൾ 2 ന്യൂസ് കണ്ടു, എല്ലാം യൂട്യൂബ് തന്നെ. ഇനി നെക്സ്റ്റ് നോക്കാം. താമസമാക്കി നമ്മൾ അടിച്ചു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഫുഡ് വേസ്റ്റാക്കി കളയാതെ ഇന്ന് നമ്മുടെ സമീപ പ്രദേശത്ത് 2 പോലീസ് സ്റ്റേഷനുണ്ട്. ഇത് ഫിറോസ്ക്കാടെ ആരെങ്കിലും ആണോ? ഇതെന്താ മുമ്പിലെന്താ 25 kg ഫുൾ ബീഫ്? ഓഹോ ബീഫ്. ഒന്ന് കടയ്ക്കലും ഒന്ന് ഇസ്രായേലും. ഈ 2 പോലീസ് സ്റ്റേഷനിലും നമ്മൾ ഈ ഫുഡ് ഡിന്നറിന് അവർക്ക് സെർവ് ചെയ്യും. അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനും ഉണ്ട്. ആ ഫയർ സ്റ്റേഷനിലും നമ്മൾ ഈ ഫുഡിന് സെർവ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നമ്മുടെ വീഡിയോ കാണുക. ഇതൊക്കെയാണ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ. യൂട്യൂബിൽ പലരും പല വീഡിയോസിൻ്റെ അടിയിൽ, എൻ്റെ വീഡിയോസിൻ്റെ അല്ല, ഞാനങ്ങനെ ചെയ്യാറില്ല, യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇത്രയും വലിയ ഫുഡ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അത് ഭക്ഷണമായിരിക്കും കേട്ടോ, അത് വേസ്റ്റ് ചെയ്യുന്നു, അത് അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു, പല കമൻറ്റുകൾ നമ്മൾ കാണാറുണ്ടോ. പക്ഷേ ഇതൊക്കെ കണ്ട ഗൈസ്, 25 കിലോ ബീഫ് നമുക്ക് തിന്നെടുക്കാൻ കഴിയില്ല 4 പേർക്ക്. അപ്പോൾ ഇവർ പാവപ്പെട്ട സാറന്മാർക്ക് പിന്നെ ഫയർഫോഴ്സിന് അങ്ങനത്തെ ടീംസിനൊക്കെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ അവർ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുക. ഇതൊക്കെയാണ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ആയിരിക്കണം യൂട്യൂബേഴ്സ്. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും യൂട്യൂബിന് തന്നെ നല്ലൊരു പേരുണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ യൂട്യൂബിലാണല്ലോ ഇവർ വീഡിയോ ഇടുന്നത്. അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് യൂട്യൂബിന് തന്നെ ഒരു ആശ്വാസമാവുള്ളൂ. നമുക്ക് നോക്കാം ബാക്കി. തോട്ടത്തിൽ മേയാൻ വിടുന്ന വളർത്തു മൃഗങ്ങളെ കൊന്ന് ഇറച്ചിയാക്കുന്ന യൂട്യൂബർ ഉൾപ്പെടെയുള്ള സംഘം അറസ്റ്റിലായി. പശുവിന്റെയും ആടിന്റെയും ഒക്കെ ഇറച്ചിയെടുത്തായിരുന്നു യൂട്യൂബർ പാചക രീതി പരിചയപ്പെടുത്തിയിരുന്നത്. കൊല്ലം ഏരൂരിലാണ് മൃഗവേട്ടക്കാർ അറസ്റ്റിലായത്. പോത്തിന്റെ നെഞ്ചാര നമ്മൾ പഹം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോളി. ഇതല്ലേ അത് നേരത്തെ കണ്ടേ? വളർത്തു മൃഗങ്ങളെ കൊന്ന് ഇറച്ചിയാക്കും, യൂട്യൂബറും സംഘവും അറസ്റ്റിൽ. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഇതായിരുന്നോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തിട്ടോ, അത്രേ ഉള്ളൂ. എല്ലാം യൂട്യൂബിൽ പശുവിനെ ചാമ്പി കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് കറി വെച്ചിട്ട് അല്ലെങ്കിൽ എന്തോ ആക്കിയിട്ട് പോലീസുകാർക്ക് തന്നെ കൊണ്ടു കൊടുക്കുക, പിന്നെ ഫയർഫോഴ്സിന് കൊണ്ടു കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ സീനില്ലല്ലോ. പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്
അതിഭയാനകമായിട്ടുള്ള ക്ലൈമാക്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നെക്സ്റ്റ് ന്യൂസ് എന്താണുള്ളത് നോക്കാം. ലൈവ് വീഡിയോയ്ക്കിടെ സ്ത്രീകളോട് അശ്ലീല പരാമർശങ്ങൾ നടത്തിയതിന് തമിഴ്നാട്ടിലെ പ്രമുഖ യൂട്യൂബർ അറസ്റ്റിൽ. 10 ലക്ഷത്തിലേറെ വരിക്കാരുള്ള പബ്ജി മദനെ ധർമ്മപുരിയിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് CID വിഭാഗം പിടികൂടിയത്. നിരോധിത ഗെയിമായ പബ്ജി അടക്കമുള്ള വീഡിയോ ഗെയിമുകൾ കളിച്ച് യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നതാണ് ഇയാളുടെ രീതി. അപ്പോൾ എല്ലാ ടീമും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇതൊക്കെ ഈ ന്യൂസുകളൊക്കെ വന്നത് കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം കേട്ടോ. കൊറോണ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനടക്കം എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ പല ആളുകളും അതിര് വിട്ടുപോയി. അതാണ് സംഭവിച്ചത്. പിന്നെ നെക്സ്റ്റ്, യൂട്യൂബർ മോൺസൺ മാവുങ്കൽ അറസ്റ്റഡ് ഇൻ കേരള. മോൺസൺ മാവുങ്കൽ അത് മറ്റേ പുള്ളിയല്ലേ, യൂട്യൂബറോ? ഇയാൾ ഏത് യൂട്യൂബർ? ഞാൻ കണ്ടില്ലല്ലോ യൂട്യൂബിന് മീറ്റപ്പിനൊന്ന് പോയപ്പോൾ. അയാൾ യൂട്യൂബർ ആയിരുന്നു. അത് എവിടെ നിന്ന് കിട്ടി? ഇത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ മോൻസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ആന്റിക് കളക്ഷൻ ഒക്കെ ഉള്ള ഒരു ഡോക്ടറാണ്, അല്ല ആന്റി കളക്ഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം വളരെയധികം കളക്ഷൻസ് ഉള്ള ഒരാളായിരുന്നു ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്നത്. മാവുങ്കൽ അല്ലേ? അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ഏതെങ്കിലും ഒരു പൊട്ടനെ പറ്റിച്ച് സെലിബ്രിറ്റി ആയതല്ല ഈ മോൺസൺ മാവുങ്കൽ. ഇദ്ദേഹം പറ്റിച്ച എല്ലാ പൊട്ടന്മാരും സെലിബ്രിറ്റി ആയിരുന്നു. അതിലൊരു ട്വിസ്റ്റ്, അതും യൂട്യൂബർ ആയിരുന്നു. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ യൂട്യൂബറായിട്ട്? നോക്കട്ടെ. പൊതുവിടങ്ങളിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന രീതിയിൽ പ്രാങ്ക് വീഡിയോ എടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. അതേത് പ്രാങ്ക് യൂട്യൂബർ? മലയാളിയാണോ? എറണാകുളം ചിറ്റൂർ റോഡ് സ്വദേശി ആകാശ് സൈമൺ മോഹനെയാണ് എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ സ്ത്രീകളെ ശല്യം ചെയ്തത് അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ്. ഞാൻ എന്നോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ആരെങ്കിലും ഒരാൾ അകത്താവുന്നു. ഈ നോർത്തിലൊക്കെ ഇതന്നെ ഫുള്ള്. എന്നിട്ട് അത് കണ്ടിട്ട് പലരും കേരളത്തിൽ ചെയ്യും. അങ്ങനെ ഒരാൾ ചെയ്തു നോക്കിയതാ, അകത്തായി. പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിട്ടു. എറണാകുളം കച്ചേരി ജാമ്യത്തിൽ വിട്ടോ? അപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ. ചാനൽ ഏതാ? ഞാൻ കണ്ടില്ലല്ലോ ചാനല്. യൂട്യൂബ്, ഇതെല്ലാവരും യൂട്യൂബർ ആണല്ലോ. ചേരിപ്പടിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് അറസ്റ്റ് ഉണ്ടായത്. അശ്ലീല ചേഷ്ടകളും ആംഗ്യങ്ങളും കാണിച്ചെന്നും മോശമായി സംസാരിച്ചെന്നും പരാതി വന്നതോടെയാണ് പോലീസിന്റെ നടപടി. ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കാരണം യൂട്യൂബിൽ പ്രാങ്ക് വീഡിയോസ് നടിച്ചാൽ മതി, അതിലുണ്ടാവും ക്വസ്റ്റ്യൻസ്. അതേപോലെ ഒരാൾ ചെയ്തതാണ് സംഭവം. സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ പ്രാങ്ക് വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഇയാൾ ചെയ്തിരുന്നതെന്ന് പോലീസ് പറയുന്നു. വില്ലൻ ഹബ്ബ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിലാണ് ഇയാൾ. വില്ലൻ ഹബ്ബ് 23 സബ്സ്ക്രൈബേഴ്സ്. ചേടാ, ഞാൻ വിചാരിച്ച ഏതോ വലിയ ടീമായിരിക്കും. യൂട്യൂബിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ കിട്ടി, ഇനിയിപ്പോൾ കേസെടുത്താൽ യൂട്യൂബിൽ നിന്ന് പൈസ മതിയല്ലോ എന്ന് വിചാരിച്ച്. വില്ലൻ ഹബ്ബ് 23 സബ്സ്ക്രൈബർ ആയപ്പോഴേക്ക് ഇവനെ യൂട്യൂബർ എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചല്ലേ. അല്ല, ഇവരെങ്ങനെ യൂട്യൂബർ ആകുന്നത്? ഇതെല്ലാവരും യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യൂട്യൂബേഴ്സിനെ കൊണ്ട് തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇയാൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. ഈ വീഡിയോകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ എടുത്തതായി പോലീസ് അറിയിച്ചു. 23 സബ്സ്ക്രൈബറുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്യാൻ എഗ്രിമെന്റ് ചെയ്തതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡിലീറ്റ് ചെയ്താൽ മതി, അവനെ കൊണ്ട് പറഞ്ഞാൽ മതി. 23 സബ്സ്ക്രൈബ് ഉള്ള ഈ ചാനലിൽ എത്ര ആൾ കണ്ടിട്ടുണ്ടാകുക വീഡിയോ? അല്ല, എന്നാലും ഇവന് 23 സബ്സ്ക്രൈബ് യൂട്യൂബർ. അതെന്താ പോട്ടെ, എല്ലാ യൂട്യൂബേഴ്സിൻ്റെ തലയിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ ഇതാണ്, ഇത്രയും കേസുകളാണ് ഈ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത്. യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തു, യൂട്യൂബർ അങ്ങനെയായി ഇങ്ങനെയായി, യൂട്യൂബിൽ നോക്കി വീഡിയോ കണ്ടിട്ട് അത് ചെയ്തു ഇത് ചെയ്തു. ഈ ഫുള്ള് യൂട്യൂബാണ് ഇപ്പോൾ. യൂട്യൂബിലല്ല, നിങ്ങൾക്ക് 1ാം ക്ലാസ് മുതൽ LKG മുതൽ നിങ്ങൾക്ക് ഡിഗ്രിയോ PGയോ ഏത് കോഴ്സ് വേണമെങ്കിലും പഠിക്കണമെന്ന് യൂട്യൂബിലുണ്ട്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പവറുള്ളൊരു സാധനമാണ്. പക്ഷേ യൂട്യൂബിൽ നോക്കി പലരും പല വേണ്ടാത്തതും ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം വരുന്നത്. എന്തായാലും 23 സബ്സ്ക്രൈബറായ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടല്ല, അതന്നെ മതി. ഇവിടെ 1 മില്യൺ കഴിഞ്ഞിട്ട് യൂട്യൂബറാന്ന് പുറത്തിറങ്ങിയ നീ ഏതടാ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 23 സബ്സ്ക്രൈബർ ആയപ്പോഴേക്ക് തന്നെ അവൻ യൂട്യൂബറായി അറിയപ്പെട്ടല്ലോ കേരളം മുഴുവൻ. അതന്നെ വലിയ കിട്ടലാണ്. എന്തായാലും അവൻ യൂട്യൂബിൽ ഇനി ജീവിതത്തിൽ വീഡിയോ ഇടാൻ ചാൻസ് ഇല്ല. ഓക്കെ, അതൊക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചെയ്യാന്ന് വിചാരിക്കും. എന്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചെയ്യാന്ന് വിചാരിക്കും? യൂട്യൂബ് ചാനലോ? അതിൻ്റെ കൂടെ ഒരു കുറവേ ഉള്ളായിരുന്നു. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇതൊരു വെറൈറ്റി സംഭവമല്ലേ, ഇതാരും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മാത്രം മതി. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.